ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മെഷീൻ എംബ്രോയിഡറിയിലെ സാറ്റിൻ എന്ന സ്റ്റിച്ചിനെ പറ്റിയാണ്. ലേഡി മാഗ്നറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവർ വരച്ചിട്ട് അതിനെ ഇത്തിരി കട്ടിയിലാക്കുക. ഫ്ലവറിൻ്റെ പെറ്റൽ കുറച്ച് വീതിക്ക് എടുക്കുക. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വീതിയിൽ വേണം ചെയ്ത് പഠിക്കാൻ. ഇത് വരയ്ക്കുന്ന പെൻസിലിനെ പറ്റി ചോദിച്ചിരുന്നു. ഇതൊരു ക്രയോൺസിൻ്റെ പെൻസിലാണ്. ഇത് ഒരു ക്രയോൺസിൻ്റെ പെൻസിലാണ്. അപ്സര എന്നാണ് ഇതിൻ്റെ ഈ പെൻസിലിൻ്റെ കമ്പനിയുടെ പേര്. ഗ്ലാസ് മേക്കിംഗ്, വൈറ്റ് എല്ലാ കളറും ഉണ്ട്. ഇത് നമുക്ക് ഈ നൂലും പിന്നെ ബട്ടൺ ഹൗസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ വരയ്ക്കാനുള്ള പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഫ്രെയിം ഇടുന്നതും നൂലിടുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിടാം. അതിൽ പോയി നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഈ സാറ്റിൻ സ്റ്റിച്ച് പഠിച്ചാൽ ഒരുപാട് സ്റ്റിച്ചുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കോഡിങ്, അപ്ലിക് വർക്ക്, മിറർ വർക്ക്, അങ്ങനെ കുറേ വർക്കുകൾ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം നന്നായി പഠിക്കുക. ഈ രണ്ട് നമ്മൾ കട്ടിയിൽ വരച്ച ലൈനിൻ്റെ ആ സൈഡും ഈ സൈഡും രണ്ട് സൈഡിലും ആണ് അടിക്കേണ്ടത്. ഇവിടെ അടിച്ച് അടുത്ത നീഡിൽ താഴെ ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ തുണിയെ വലിച്ച് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ആകുമ്പോഴത്തേനും ഈ ലൈനിൽ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കണം. ഇങ്ങനെ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൈ നല്ല സ്പീഡിൽ മൂവ് ആവണം. എങ്കിൽ മെഷീനാണെങ്കിൽ മെല്ലെ നീങ്ങും വേണം. ഇത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ കയ്യിൽ ചുറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് കാലിൽ ചവിട്ടാം. നന്നായി ഫില്ല് ചെയ്തിട്ട് പോവുക. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ വരച്ച വര കാണാത്ത രീതിയിൽ അടുപ്പിച്ച് വേണം സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. നല്ല വണ്ണത്തിലൊരു വര വരച്ചിട്ട് അതിൽ സാറ്റിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സാറ്റിൻ സ്റ്റിച്ച് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. നൂല് സിൽക്ക് നൂലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമൻറ്റ് കണ്ടു. ഈ എംബ്രോയിഡറിൻ്റെ നൂല് സിൽക്ക് നൂലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് അത് കൂടുതൽ ബലമില്ലാതെ വേഗം പൊട്ടിപ്പോകുന്നത്. മെഷീൻ മെല്ലെ ചവിട്ടാൻ പാടുള്ളൂ. കൈയാണ് നമ്മൾ വേഗം മൂവ് ചെയ്യേണ്ടത്. മെഷീൻ എംബ്രോയിഡറി ചെയ്യാൻ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ എംബ്രോയിഡറി കിട്ടാൻ കുറച്ച് കഷ്ടമാണ്. അതിനാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം പറഞ്ഞത്. അത് നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഫീഡോഗ് അഴിച്ച് വെച്ച് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അല്ലെങ്കിൽ ആ തുണിയിൽ ഒരു പിടുത്തമുള്ളത് കൊണ്ട് നമുക്കത് വേഗത്തിൽ തുടക്കക്കാർക്ക് കൈ നീങ്ങില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നൂല് പൊട്ടാതെ എംബ്രോയിഡറി അടിക്കുന്നവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നൂല് വെറുതെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ എംബ്രോയിഡറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല.
കഴിഞ്ഞ റണ്ണിങ് സ്റ്റിച്ചിൽ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടൊരു കമൻറ്റ് കണ്ടു. അത് ഫില്ലിങ് കംപ്ലീറ്റ് ആവാഞ്ഞിട്ടല്ല, നമ്മൾ ബോബിനിലിട്ട ചുവപ്പ് നൂല് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് നൂല് അത് അടിയിൽ കയറി വന്നതാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല. ഈ സ്റ്റിച്ച് വലിയ കാണാനൊന്നും ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് പല സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഈ സ്റ്റിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടും. നമ്മൾ അടിച്ച ഭാഗത്ത് തന്നെ വീണ്ടും വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ആ നൂലിൻ്റെ മേലെ കൂടെ ഒരു അടിയും കൂടി വരുമ്പോൾ നമുക്ക് ആ സൂചിയിൽ നിന്ന് നൂല് നീങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അടിച്ചതിൻ്റെ മുകളിൽ അടിക്കാതെ അടുപ്പിച്ചടിച്ചെടുക്കുക. നമ്മളൊരു ഔട്ട്ലൈൻ മാതിരി ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഓരത്തുക്ക് കൂടെ. ഇനി ഇതിനെ കട്ടി കൂട്ടി ഒന്നുകൂടെ നമ്മൾ സാറ്റൻ സ്റ്റിച്ച് ഇതിൻ്റെ രണ്ട് സൈഡിലും എവിടെയും ഫില്ലാവാത്തുണ്ടെങ്കിൽ ഫില്ലാക്കിയിട്ട് പോവുക. നമ്മൾ വിചാരിക്കും ഈ സ്റ്റിച്ച് കാണുമ്പോൾ ഇതെന്തോ ഒരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ സ്റ്റിച്ചിന് ഭംഗിയില്ലെങ്കിലും അടുത്ത സ്റ്റിച്ചുകൾ ചെയ്യാൻ ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ അടിച്ച നൂലിഴകൾ തട്ടാതെ വേണം രണ്ട് സൈഡും അടിച്ചടിച്ചിട്ട് പോവാൻ. ഇതുപോലെ എല്ലാ പെറ്റലും നമുക്ക് ഫില്ല് ചെയ്തിട്ട് വരാം. പുറത്തും സൈഡിൽ കൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി പച്ച നൂലിട്ട് ലീഫ് അടിക്കുക.
ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് മിഷൻ എംബ്രോയ്ഡറിയിലെ സാറ്റിൻ എന്ന സ്റ്റിച്ചിനെ പറ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.